പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ലക്കത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഈ ലക്കത്തിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗനൈസിംഗ് സംഘാടനം എന്ന ചാപ്റ്ററിലെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ രണ്ടാമത്തെ വിഭാഗമായ ഡിവിഷണൽ സ്ട്രക്ചർ. രണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചറുള്ളത്, ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും. ഫങ്ഷണൽ ഘടന നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ ഡിസ്കസ് ചെയ്തു. ഈ ലക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഷണൽ സ്ട്രക്ചർ, അതുപോലെ തന്നെ അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, സ്യൂട്ടബിലിറ്റി, നേട്ടങ്ങളും കോട്ടങ്ങളും അനുയോജ്യതയും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു ലക്കത്തിലേക്കും ക്ലാസ്സിലേക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ, മീനിങ് ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ. ഡിവിഷണൽ ഘടനയുടെ അർത്ഥമെന്ത്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഒരു സ്ഥാപനത്തിൽ ഓരോ ഉൽപ്പന്നങ്ങൾക്കും വ്യത്യസ്ത ഡിവിഷനുകൾ രൂപീകരിക്കുകയും ഓരോ ഡിവിഷനുകളിലും ഉൽപ്പാദനം, മാർക്കറ്റിംഗ് തുടങ്ങിയ ഫംഗ്ഷനുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന സംവിധാനത്തെ അല്ലെങ്കിൽ ഘടനയെ ഡിവിഷണൽ ഘടന എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന, ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, അതായത് ഒരു സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന ഘടന. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്റ്റ്. ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചറാണെന്ത്, ഡിവിഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. തൊട്ട് മുമ്പ് നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് പ്രവർത്തനങ്ങളുടെ, ഫംഗ്ഷനുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണിത് ഫങ്ഷണൽ സ്ട്രക്ചർ. എന്നാൽ പ്രൊഡക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ, ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിലാണിത് ഡിവിഷണൽ സ്ട്രക്ചർ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു സ്ഥാപനത്തിൽ ഓരോ ഉൽപ്പന്നങ്ങൾക്കും വ്യത്യസ്ത ഡിവിഷനുകൾ രൂപീകരിക്കുക. ഉൽപ്പന്നങ്ങൾക്ക് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ ഉൽപ്പന്നത്തിനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങൾക്കും വ്യത്യസ്ത ഫംഗ്ഷനുകൾ, പർച്ചേസിങ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, പേഴ്സണൽ, ഫൈനാൻസ് തുടങ്ങിയ ഫംഗ്ഷനുകളും ഉള്ള അത്തരം ഒരു ഘടനയാണെന്ത്, ഡിവിഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഒരിക്കൽ കൂടി പറയാം, ഒരു സ്ഥാപനത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ ഡിവിഷനുകളാക്കി രൂപീകരിക്കുന്ന ഘടനയാണ് ഡിവിഷണൽ ഘടന. അപ്പോൾ ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സ്ട്രക്ചറാണെന്ത്, ഡിവിഷണൽ സ്ട്രക്ചർ, ഡിവിഷണൽ ഘടന എന്നുള്ളത്. ഇനി ഡിവിഷണൽ ഘടനയെ, ഡിവിഷണൽ സ്ട്രക്ചറിനെ സൂചിപ്പിക്കുന്ന ഒരു പിക്ചർ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ളൊരു പിക്ചർ അല്ലെങ്കിൽ ഒരു ചാർട്ട് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. എന്നിട്ട് അത് ഏത് ഘടനയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ, ഏറ്റവും മുകളിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, അതായത് മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ജനറൽ മാനേജർ, CEO തുടങ്ങിയ MD, പല പേരുകളിലും വരാറുണ്ട്. അതിന് താഴെ ആ സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന, ഡീൽ ചെയ്യുന്ന, വ്യാപാരം നടത്തുന്ന 3 പ്രൊഡക്റ്റുകളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റൈൽസ്, സിമെൻറ്റ്, ഫുഡ്വെയർ. ഇനി ഫാൻസി ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ് ഉണ്ടെങ്കിൽ കോസ്മെറ്റിക്സ്, ഡിറ്റർജൻറ്റ് ഉണ്ടെങ്കിൽ ഡിറ്റർജൻറ്റ്. അപ്പോൾ എത്ര പ്രൊഡക്റ്റുകളുടെ, ഏതെല്ലാം പ്രൊഡക്റ്റുകൾ ഡീൽ ചെയ്യുന്നുണ്ടോ ആ പ്രൊഡക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തിരിക്കുന്നു. ഇനി ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ പ്രൊഡക്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണ്, നേരത്തെ കഴിഞ്ഞ ലക്കത്തിൽ സൂചിപ്പിച്ച പോലെ വിവിധ ഫംഗ്ഷനുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ടെക്സ്റ്റൈൽസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണ്, പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, പർച്ചേസ് നടക്കുന്നുണ്ട്, ഫൈനാൻസ് നടക്കുന്നുണ്ട്, മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്, പേഴ്സണൽ ഉണ്ട്. ഓക്കെ, സിമെൻറ്റിൻ്റെ കാര്യത്തിലാണ് എന്താണ്, അതിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെല്ലാം ഉണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഫൈനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജറും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും, പേഴ്സണൽ മാനേജറും പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫുഡ്വെയർ സെക്ഷനിലും നേരത്തെ പറഞ്ഞ പോലെ ഇനി എന്താണ്, അതുപോലെ തന്നെ ഫാൻസി, കോസ്മെറ്റിക്സ്, ജ്വല്ലറി തുടങ്ങിയ ഏതെല്ലാം പ്രൊഡക്റ്റ്, ഏതെല്ലാം മേഖലകൾ അവർ ഡീൽ ചെയ്യുന്നുണ്ടോ ആ പ്രൊഡക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തിരിക്കുന്നതിന് പറയുന്ന പേരാണെന്ത്, ഡിവിഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇനി ഇതിനോടനുബന്ധമായിട്ട് സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ഡിവിഷണൽ സ്ട്രക്ചർ എന്നുള്ളതിന് മറ്റൊരു കാര്യം കൂടെ ഉൾപ്പെടുന്നുണ്ട്, മറ്റൊരു ഘടനയും കൂടെ ഉൾപ്പെടുന്നുണ്ട് ഡിവിഷണൽ സ്ട്രക്ചറിൽ. അതായത് ഒരു വ്യാപാര സ്ഥാപനം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ വ്യാപാരം വ്യാപിപ്പിച്ചിട്ടുള്ള അതിൻ്റെ പ്രവർത്തന മേഖലകളുടെ, ഏരിയകളുടെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ കേരളത്തിൽ മൊത്തം ആണെങ്കിൽ നോർത്തേൺ റീജിയൻ, വടക്കൻ മേഖല, തെക്കൻ മേഖല, മധ്യമേഖല, അങ്ങനെ മേഖലകളായി തിരിച്ചുകൊണ്ട് അങ്ങനെ ഏരിയകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഘടനകളാക്കി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി അല്ലെങ്കിൽ സ്ട്രക്ചറുകളാക്കി തിരിക്കുകയാണെങ്കിൽ അത്തരം ഓർഗനൈസേഷൻ സ്ട്രക്ചറിനും എന്തെന്ന് പറയാറുണ്ട്, ഡിവിഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓൺ ദി ബേസിസ് ഓഫ് ഏരിയ,
ബിസിനസ് ഏരിയ, ഒരു സ്ഥാപനത്തിലെ ബിസിനസ് ഏരിയയുടെ അടിസ്ഥാനത്തിൽ സ്ട്രക്ചർ രൂപീകരിക്കുകയാണെങ്കിൽ, ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തിരിച്ച് രൂപീകരിക്കുകയാണെങ്കിൽ അത്തരം ഘടനയെയും ഡിവിഷണൽ ഘടന എന്ന് പറയാറുണ്ട്. അപ്പോൾ ഡിവിഷണൽ ഘടനയ്ക്ക് സാധാരണ പറയുന്നതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓൺ ദി ബേസ് ഓഫ് പ്രൊഡക്റ്റ് ഓർ ഏരിയ. അതായത് ഒരു ബിസിനസ് സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെയോ അല്ലെങ്കിൽ അതിൻ്റെ വ്യാപാര മേഖലകളുടെ അടിസ്ഥാനത്തിലോ ഘടന രൂപീകരിക്കുകയാണെങ്കിൽ അതിനെയാണ് ഡിവിഷണൽ ഘടന എന്ന് പറയാറുള്ളത്. ഇനി ഡിവിഷണൽ ഘടനയുടെ മെച്ചങ്ങൾ, അഡ്വാൻറ്റേജസ്, മെറിറ്റ്സ്. ഓക്കെ, അതായത് ഡിവിഷണൽ ഘടനയുടെ നേട്ടങ്ങൾ എന്തെല്ലാം, മെച്ചങ്ങൾ എന്തെല്ലാം. ഫസ്റ്റ് വൺ, വൈദഗ്ധ്യ വികസനത്തിന് സഹായിക്കുന്നു. അതായത് ഹെൽപ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് സ്കിൽസ്. അതായത് കഴിവുകൾ, നിപുണികൾ വികസിപ്പിക്കുന്നതിന്, ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു. സെക്കൻഡ് വൺ, ഉത്തരവാദിത്തങ്ങൾ നിശ്ചയിക്കൽ എളുപ്പം. അതായത് ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഈസി. അതായത് ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റി നിശ്ചയിക്കൽ എളുപ്പമാണ്. തേർഡ് വൺ, തീരുമാനമെടുക്കുന്നതിലെ വേഗത. അതായത് ക്വിക്ക്നെസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ആവശ്യമായ തീരുമാനമെടുക്കൽ എളുപ്പമാണ്. ഫോർത്ത് വൺ, വികസനത്തിനും വളർച്ചയ്ക്കും സൗകര്യമൊരുക്കുന്നു. ഫെസിലിറ്റേറ്റ്സ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. അതായത് സ്ഥാപനത്തിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും സൗകര്യമൊരുക്കുന്നു, സ്ഥാപനത്തിൻ്റെ വികസനവും വളർച്ചയും എളുപ്പമാക്കുന്നു എന്നർത്ഥം. ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ, ഡിവിഷണൽ ഘടനയുടെ പോരായ്മകൾ, ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്ത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ. ഡിവിഷണൽ ഘടനയുടെ പോരായ്മകൾ, ദോഷങ്ങൾ. ഡിവിഷനുകൾക്കിടയിലെ സംഘർഷം. അതായത് നേരത്തെ നമ്മൾ ഫങ്ഷണൽ സ്ട്രക്ചർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. പ്രൊഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിൽ സാധാരണ രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടാവാറുണ്ട്. കോൺഫ്ലിക്ട്സ് എമംഗ് ഡിവിഷൻസ്. ഡിവിഷനുകൾക്കിടയിലെ സംഘർഷം. സെക്കൻഡ് വൺ, വർദ്ധിച്ച ചെലവ്, ഇൻക്രീസ്ഡ് കോസ്റ്റ്. അത് ചെലവ് കൂടുതലാണ്. അതായത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ ആ ഡിവിഷണൽ ഘടനയിൽ 3 പ്രൊഡക്റ്റുകളാണ് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 3 ഡിവിഷനുകളുണ്ട്, 3 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ടെക്സ്റ്റൈൽസ്, സിമെൻറ്റ്, ഫുട്വെയർ. ഇനി ഈ 3 ഡിവിഷനുകൾ തന്നെ അതിന് കീഴിൽ ഒരേ സമാന സ്വഭാവത്തിലുള്ള ഫംഗ്ഷനുകൾ, പ്രവർത്തന ഡിപ്പാർട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. 3ലും പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജറുണ്ട്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജറുണ്ട്, പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജറുണ്ട്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജറുണ്ട്. അപ്പോൾ എത്ര പ്രൊഡക്റ്റുകൾ ഡീൽ ചെയ്യുന്നോ അത്രയും ഡിവിഷനുകൾ ഉണ്ടായിരിക്കും. ആ ഡിവിഷനുകളെല്ലാം തന്നെ എല്ലാ ഡിവിഷനുകളും ഒരേ സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാത്തിലും പ്രൊഡക്ഷൻ ഉണ്ട്, എല്ലാത്തിലും മാർക്കറ്റിംഗ് ഉണ്ട്, എല്ലാത്തിലും ഫൈനാൻസ് ഉണ്ട്, പർച്ചേസിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതുകൊണ്ട് ചിലവ് കൂടുതലാണ് എന്നർത്ഥം. ദെൻ തേർഡ് വൺ, സ്വതന്ത്രമായ അധികാരം എന്നുള്ളത് ദോഷകരമാണ്. ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി ഈസ് ഹാംഫുൾ. അതായത് ഓരോ ഡിവിഷണൽ ഡിപ്പാർട്ട്മെൻറ്റിലെ മാനേജർമാർക്ക് ആ ഡിവിഷനും ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, നടപ്പിലാക്കുന്നതിലൊക്കെ സ്വതന്ത്രമായ അധികാരം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മാനേജർമാർ ശക്തരായി മാറുകയും അവരുടെ അധികാരവും അവരുടെ ആ പവറും ഉപയോഗിച്ചുകൊണ്ട് അവർ തീരുമാനങ്ങൾ എടുക്കുകയും പലപ്പോഴും ഈ അധികാരവും തീരുമാനങ്ങളുമെല്ലാം സ്ഥാപനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരാവുകയും അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങൾ അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു. അതിന് സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സ്വതന്ത്രമായ അധികാരം നൽകുക എന്നുള്ളത് ദോഷകരമായ കാര്യമാണ്. സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അത് ദോഷകരമാണ്, ഹാംഫുള്ളാണ്, അപകടകരമാണ്. ദെൻ സ്യൂട്ടബിലിറ്റി ഓഫ് ഡിവിഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഡിവിഷണൽ ഘടന ഏത് തരം സ്ഥാപനങ്ങൾക്കാണ് അനുയോജ്യമായുള്ളത്, സ്യൂട്ടബിൾ ആവുന്നത്? ഫസ്റ്റ് വൺ, വൈവിധ്യമുള്ള ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്റ്റുകൾ, വ്യത്യസ്തങ്ങളായ പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക്. വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത്തരം സ്ഥാപനങ്ങൾക്ക് ഡിവിഷണൽ ഘടനയാണ് നല്ലത്. അതുപോലെ തന്നെ സ്ഥാപനം വലുതാവുകയും കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റുകളും ജോലിക്കാരും പുതിയ മാനേജ്മെൻറ്റ് തലങ്ങളും ആവശ്യമായി വരികയും ചെയ്യുമ്പോൾ അത്തരം സ്ഥാപനങ്ങൾക്കും ഡിവിഷണൽ ഘടനയാണ് അനുയോജ്യം. ഓക്കെ, ഇനി നമുക്ക് ഈ ലക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫങ്ഷണൽ ഘടനയും ഡിവിഷണൽ ഘടനയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്നുള്ള, അല്ലെങ്കിൽ അവ തമ്മിലുള്ളൊരു താരതമ്യ പഠനം, അതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.